ആദരണീയായ അധ്യക്ഷ സാജിദ സാഹിബ, മറ്റു വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സഹോദരിമാരെ, ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും നമ്മിലേവരിലും വർഷിക്കുമാറാവട്ടെ. സമാധാനമുണ്ട്. കാരണം കുറേ പ്രസംഗങ്ങൾ കേൾക്കുന്നതിനിടയിൽ ഒരു ഗാനമെങ്കിലും കേട്ടതിന് ശേഷം സംസാരിക്കാൻ കഴിഞ്ഞു എന്നതുകൊണ്ട് തന്നെ എല്ലാവരും വല്ലാതെ ബോറടി ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ സൽമ ടീച്ചർ അതിൻ്റെ ഇടയിൽ സംസാരിച്ചു എന്നെങ്കിൽ പോലും അതും നല്ല ഹൃദ്യമായ സംസാരം തന്നെയായിരുന്നു. ഏതായിരുന്നാലും ഇവിടെ ബോറടിക്കുന്ന സംസാരങ്ങളൊന്നുമല്ല ഉണ്ടായിട്ടുള്ളത്. എല്ലാ സംസാരങ്ങളും വളരെ ഹൃദ്യമായിരുന്നു എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസജനകമായ ഒരു സംഗതി. അതോടൊപ്പം നല്ല സന്തോഷമുള്ള ഒരു കൂടിയിരുത്തമാണിത്. ഒരേ മാതാപിതാക്കളുടെ മക്കൾ ഒരുമിച്ചിരിക്കുന്ന ഒരു കുടുംബ സദസ്സ്, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കിയേ? അങ്ങനെയാണല്ലോ, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന ഇവിടെ എഴുതി വച്ചിട്ടുണ്ടാകും. നമ്മൾ നേരത്തെ കേൾക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു കുടുംബ സദസ്സിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്ന ഒരു സന്തോഷം. ഇവിടെ എന്തില്ല, ജാതിയില്ല, മതമില്ല, അല്ലേ? സമ്പത്തിൻ്റെ നിമ്നോന്നതകളില്ല, ഒന്നുമില്ലാതെ എന്താ പറയുക, ഉദാത്തമായ ഒരു മാനവിക ദർശനമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഒരേ മാതാപിതാക്കളുടെ മക്കൾ എന്ന് പറയുന്നത്. ആ തരത്തിലാണ് നമ്മളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിടാതെ നമ്മളെ പിടികൂടിക്കൊണ്ടിരിക്കുന്നത്, ഓരോരുത്തരും വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ഇവിടെ കേട്ട് കഴിഞ്ഞു. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് ഗുണവിശേഷങ്ങൾ ഇവിടെ നമ്മൾ കേട്ട് കഴിഞ്ഞു. അദ്ദേഹം ഖുർആനായിരുന്നു എന്നും നമ്മൾ കേട്ടു. അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആയിഷ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഖുർആനായിരുന്നു. അതും നമ്മൾ കേട്ട് കഴിഞ്ഞു. അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, ഉത്തമ സ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. ഉത്തമ സ്വഭാവങ്ങളുടെ പൂർത്തീകരണം. നമുക്കറിയാം, പ്രവാചകൻ നിയോഗിതനായ കാലഘട്ടം എന്ന് പറയുന്നത് സർവ്വവിധ പേക്കൂത്തുകളുടെയും കൂത്തരങ്ങായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ പ്രവാചകന് കൂടുതൽ ഭാരമുണ്ടായിരുന്നു. പക്ഷേ ആ ഭാരമൊക്കെ അദ്ദേഹം സ്വയം ആവാഹിച്ചുകൊണ്ട് എല്ലാവരെയും സംസ്കരിക്കാൻ വേണ്ടി, എല്ലാവരുടെയും ഗുണകാംക്ഷയോടുകൂടി ഒത്തുചേർക്കാൻ വേണ്ടി അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രവാചകൻ തന്നെ പറയാറുണ്ടായിരുന്നു, ഞാൻ നിങ്ങളുടെ ഊരയ്ക്ക് അരക്കെട്ടിന് പിടിച്ചിരിക്കുകയാണ്, നിങ്ങൾ വഴുതിപ്പോകാതിരിക്കാൻ. ഈയാമ്പാറ്റകൾ തീയിലേക്ക് വീഴുന്നതിനെ തടയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ സമൂഹത്തെ തിന്മകളിൽ നിന്ന് തടഞ്ഞുകൊണ്ടിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ധാർമ്മികമായ മൂല്യങ്ങളുടെ ഒരു ച്യുതിയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ശക്തമായി ധാർമ്മിക ച്യുതി, മൂല്യശോഷണം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അത് സാമൂഹികമായും സാംസ്കാരികമായും സ്വഭാവപരമായും ഒക്കെ അതിൻ്റെ ച്യുതികൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് പ്രവാചകാധ്യാപനങ്ങൾ നമ്മൾ ഏറ്റെടുക്കേണ്ടതും അത് പ്രയോഗവൽക്കരിക്കേണ്ടതും. നമ്മളിന്ന് കാണുന്നത്, ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ലൈംഗിക അരാജകത്വം തന്നെയാണ്. നമ്മൾ ചാനലുകളോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളോ തുറന്നു നോക്കിയാൽ കാണുന്ന ഒരുപാട് സംഗതികളുണ്ട്. നമ്മൾ കാണാൻ ഇഷ്ടപ്പെടാത്ത, കാണാൻ അറപ്പാകുന്ന ഒരുപാട് സാധനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ പ്രവാചകാധ്യാപനങ്ങളുടെ പ്രസക്തി എന്ന് പറയുന്നത് വളരെ വലുതാണ്. ലാ തഖ്റബുസ്സിന, നിങ്ങൾ വ്യഭിചാരത്തോടടുത്ത് പോകരുത് എന്ന് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ലാ തഖ്റബുസ്സിന ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല എന്നാണ് ഖുർആൻ ഉപയോഗിച്ചത്. വ്യഭിചാരം എന്ന് പറയുന്നത് അതെന്താണ്? വളരെ മ്ലേച്ഛമായ സംഗതിയാണ്, വളരെ വൃത്തികെട്ട സാധനമാണ്, അത് വളരെ മോശമായ മാർഗവുമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതെങ്കിലും ഒരു സമൂഹം യഥാർത്ഥത്തിൽ വ്യഭിചാരത്തെ പ്രൊമോട്ട് ചെയ്യുന്ന സമൂഹമുണ്ടോ? ഏതെങ്കിലും ഒരു സമുദായമുണ്ടോ? ഏതെങ്കിലും ഒരു സമൂഹമുണ്ടോ? ഇല്ല എന്നാണ് അതിൻ്റെ ഉത്തരം.
അത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ പ്രൊമോട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഹെർമൻ ഹെസ്സെ എന്ന് പറയുന്ന ഒരു ജർമ്മൻ റൈറ്റർ പറയുന്നുണ്ട്, മനുഷ്യൻ എന്ന് പറയുന്നത് 2 തരമാണ്. ഒരു തരം കരിയില പോലെ കുറച്ച് കാറ്റത്തും കോളത്തും കുറച്ച് പൊന്തി പിന്നെ അതെന്ത് ചെയ്യും, ഭൂമിയിലേക്ക് തന്നെ പതിക്കും. അങ്ങനെ ചില ആളുകളുണ്ട്. മറ്റു ചില ആളുകൾ നക്ഷത്രങ്ങളെപ്പോലെ അവരുടെ ഭ്രമണപഥത്തിൽ ഒരു കാറ്റിനും കോളിനും വഴിപ്പെടാതെ സുന്ദരമായി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഉയർന്നു നിൽക്കുന്ന ചില ആളുകളുമുണ്ട്. നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ചില ആളുകൾ, പ്രമുഖരായ ആളുകൾ തന്നെ. പാലക്കാട് വെച്ച് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഒന്ന് പൊങ്ങി അങ്ങോട്ട് താന്ന് വീണു പോകുന്ന അവസ്ഥയിലേക്ക് ധാർമ്മികമായ അധപ്പതനം തന്നെയാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത്. ലജ്ജ നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നഗ്നതാ പ്രദർശനമാണ് കൂടുതലായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്നത്. മാറുമറക്കാൻ വേണ്ടി സമരം ചെയ്ത ഒരു രാജ്യത്ത് മാറു തുറന്നിടാനുള്ള സമരത്തോടൊപ്പം തന്നെ മാറു തുറന്നിടുക എന്ന് പറയുന്നത് യാതൊരുവിധ ലജ്ജയുമില്ലാതെ ചെറിയ പെൺകുട്ടികൾ പോലും വരുന്നു എന്നത് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ചും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. ജെൻഡർ വാദങ്ങളെ സംബന്ധിച്ച് നേരത്തെ വളരെ കുറഞ്ഞു പറഞ്ഞു. ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയുന്ന ലിബറലിസത്തിൻ്റെ ഒരുപാട് അവാന്തര വിഭാഗങ്ങളുണ്ട്. ജെൻഡർ ന്യൂട്രാലിറ്റി അതിൽപ്പെട്ട ഒന്ന്, ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയുന്നത് ഇതിൽപ്പെട്ട ഒന്ന്. ആ ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയുന്നത് സമത്വത്തിന് വേണ്ടി സ്വത്വം നഷ്ടപ്പെടുത്തുന്ന ഒരു വിഭാഗം സ്ത്രീകളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെണ്ണ് ആണാകാൻ ശ്രമിച്ചുകൊണ്ട് അവരുടെ സ്വയം സ്വത്വം ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് പരിണമിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ അവരുടെ സ്വത്വവും അസ്തിത്വവും നഷ്ടപ്പെടുന്നതിലൂടെ യഥാർത്ഥത്തിൽ അവിടെ സ്ത്രീയോടുള്ള അനീതിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഒരുപാട് സംവരണങ്ങളുണ്ട്. ബസ്സിൽ കയറിയാൽ സീറ്റ് സംവരണമുണ്ട്, ഇല്ലേ? ഇങ്ങനെ ഒരുപാട് സംവരണങ്ങളുണ്ട്. ഈ സംവരണങ്ങളൊക്കെ സ്ത്രീകളുടെ പ്രത്യേകത മാനിച്ചുകൊണ്ട് സ്ത്രീകളെ പരിഗണിച്ചുണ്ടാക്കിയതാണെങ്കിൽ ആ സംവരണങ്ങളൊന്നുമില്ലെങ്കിൽ അവിടെ സംഭവിക്കുക അനീതിയാണ്. സ്ത്രീ പുരുഷന്മാരോടൊപ്പം കായികമായി അത്രത്തോളം ബലമില്ലാത്ത സ്ത്രീകൾക്ക് അവരുടെ സംവരണം എടുത്തു കളയുമ്പോൾ അവിടെ അവരുടെ ഇടങ്ങൾ അപഹരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ തരത്തിൽ ആണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലജ്ജയില്ലാത്ത ഒരു സമൂഹമായി ലിബറൽ കാഴ്ചപ്പാടുകൾ നമ്മെ മാറ്റിയിരിക്കുന്നു എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമുക്കറിയാം ചാനലുകളിൽ ലെസ്ബിയൻ കപ്പിൾസ് ആചരിക്കപ്പെട്ടുകൊണ്ടും ആഘോഷിക്കപ്പെട്ടുകൊണ്ടും ഇരിക്കുകയാണ്. ആദിലയുടെയും നൂറയുടെയും ഒക്കെ വീഡിയോകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വല്ലാതെ കാണാൻ ഇഷ്ടപ്പെട്ടിട്ടല്ലെങ്കിൽ പോലും ഇങ്ങനെ ലെസ്ബിയൻ കപ്പിൾസിനെ ഒക്കെ നമ്മൾ ആഘോഷിക്കുമ്പോൾ, അതിൻ്റെ മുമ്പ് നമ്മൾ ആഘോഷിച്ചു സിയ ഫഹദ് വിവാഹം, അല്ലേ? അവരുടെ വിവാഹവും അവരുടെ ഗർഭവും പ്രസവവും മുലയൂട്ടായികയും ഒക്കെ ചാനലുകൾ ആഘോഷിച്ചു. ഇങ്ങനെയൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം അമേരിക്കയിൽ ഫാദർലെസ് അമേരിക്ക, നമുക്കറിയാം അച്ഛനില്ലാത്ത ഒരുപാട് മക്കൾ, അച്ഛനില്ലാഞ്ഞിട്ടല്ല അച്ഛൻ ആരാണെന്നറിയാത്ത ഒരുപാട് മക്കൾ, മാതാവും പിതാവും ഇല്ലാത്ത ധാരാളം മക്കൾ. അരക്ഷിതാവസ്ഥയാണ് അവിടെ അവരനുഭവിക്കുന്നത്. സിംഗിൾ പാരന്റിങ്ങിൻ്റെ വലിയ ബുദ്ധിമുട്ടാണ് അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഏകരക്ഷാകർതൃത്വത്തിൻ്റെ അമിതമായ ഉത്തരവാദിത്തം ഭരണകൂടം ഏറ്റെടുക്കേണ്ടി വരികയാണ്. നമുക്കറിയാം ചൈനയിൽ ഒറ്റക്കുട്ടി എന്ന് പറഞ്ഞ നിയമമുണ്ടായിരുന്നു. ഒരു കുട്ടി മതി എന്ന നിയമം അവരത് മാറ്റിപ്പിടിച്ചു. കാരണം രാജ്യത്ത് വൃദ്ധന്മാർ മാത്രമാകുന്ന അവസ്ഥയായി പോയി. വീണ്ടും വീണ്ടും ആളുകൾ ജനിച്ച് ജനസംഖ്യാ വർധനവില്ലാതിരുന്നപ്പോൾ അവർ മാറ്റിപ്പിടിച്ചു. അവരിപ്പോൾ പറയുന്നത് പ്രസവിക്കുക എന്നതൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ചൈനയിലെ സ്ഥിതി. മിഖായിൽ ഗോർബച്ചോവ് പറയുന്നു റഷ്യയുടെ പതനത്തിന് കാരണം കുടുംബ തകർച്ചയാണ് എന്ന്. ജനസംഖ്യ ഇല്ലാത്തതാണ്. അങ്ങനെ ഒരു വിഭാഗം ഇല്ലാതാവുക എന്ന് പറയുന്നതാണ് ഇത്തരം സംഗതികൾ കൊണ്ട്, ഇത്തരം
മൂല്യച്യുതികൾ കൊണ്ട്, ഇത്തരം അധാർമികതകൾ കൊണ്ട് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്, വിവാഹം എന്ന് പറയുന്നത് വളരെ മഹത്തരമായ ഒരു കാര്യമാണ് എന്ന് ഇസ്ലാം പറയുന്നുണ്ട്. എല്ലാ മതങ്ങളിലും അങ്ങനെ തന്നെയാണ്. ആ വിവാഹത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഇസ്ലാം പറയുന്നത് സദാചാര സംരക്ഷണവും അതോടൊപ്പം തന്നെ സന്താന ലബ്ധിയുമാണ് എന്ന് ഇസ്ലാം പറയുന്നു. വിവാഹത്തിനെയും കുഞ്ഞുങ്ങളുണ്ടാകുന്നതിനെയും സദാചാര സംരക്ഷണത്തിനെയും എല്ലാ മതങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ ഇസ്ലാമും പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നീതി ഉണ്ടാവണം. കുഞ്ഞുങ്ങളോടുള്ള നീതി, പ്രവാചകൻ്റെ കുഞ്ഞുങ്ങളോടുള്ള നീതി നേരത്തെ നിങ്ങൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടാകും. കുഞ്ഞുങ്ങളോട് വളരെ അങ്ങേയറ്റത്തെ നീതിയാണ് പ്രവാചകൻ കാണിച്ചത്. ഒരു പ്രവാചകൻ്റെ ഒരു സന്തത സഹചാരി, അദ്ദേഹം പ്രവാചകൻ്റെ മടിയിലിരുന്ന് പ്രവാചകൻ പേരക്കുട്ടിയെ ചുംബിക്കുന്നത് കണ്ടപ്പോൾ പ്രവാചകരോട് പറഞ്ഞു, പ്രവാചകരെ, താങ്കൾ കുട്ടികളെ ചുംബിക്കുകയൊക്കെ ചെയ്യുമോ എന്ന് ചോദിച്ചു. പ്രവാചകൻ പറഞ്ഞു, താങ്കൾക്ക് ദൈവം താങ്കളുടെ മനസ്സിലേക്ക് കാരുണ്യം വിട്ടു തന്നില്ലാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് പ്രവാചകൻ ദേഷ്യത്തോടുകൂടെ ചോദിക്കുന്നുണ്ട്. 10 മക്കളുണ്ടായിട്ട് ഞാൻ എൻ്റെ ഒരു കുട്ടിയെയും ചുംബിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ പ്രവാചകൻ നൽകിയ പാഠമായിരുന്നു അത്. ഒരുപാട് ഉദാഹരണങ്ങൾ കുട്ടികളുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ്റെ നമുക്ക് കാണാൻ സാധിക്കും. കുട്ടികളോടും സ്ത്രീകളോടും അങ്ങേയറ്റത്തെ കാരുണ്യമായിരുന്നു പ്രവാചകന് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, പ്രവാചകൻ്റെ നീതി പറയുമ്പോൾ പ്രവാചകൻ്റെ അനുചരന്മാരും അതേപോലെ പ്രവാചകൻ്റെ കരിക്കുലത്തിൽ പഠിച്ച അനുചരന്മാരൊക്കെയും അതുപോലെ തന്നെ നീതിയുടെ വക്താക്കളായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഉമർ റളിയല്ലാഹു അൻഹു, ഖലീഫ ഉമർ നീതിയുടെ പര്യായമായിരുന്നു എന്ന് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ഖലീഫ ഉമർ ഒരിക്കൽ ഈജിപ്തിലെ ഗവർണറായ അംർ ഇബ്നു ആസ്, അദ്ദേഹത്തിൻ്റെ മകൻ മുഹമ്മദ്, ആ മുഹമ്മദും ആ നാട്ടിലെ കോപ്റ്റിക് വംശജനായ മറ്റു കുട്ടികളും കൂടി കുതിരപ്പന്തയത്തിലേർപ്പെട്ടു. മുഹമ്മദ് പരാജയപ്പെട്ടു. കോപ്റ്റിക് വംശജനായ ഒരു കുട്ടി ജയിച്ചു. മുഹമ്മദ് ദേഷ്യത്തോടുകൂടി ആ കുട്ടിയെ അടിക്കുകയാണ്. ഈ അംർ ഇബ്നുൽ ആസിൻ്റെ മകൻ മുഹമ്മദ് ആ കുട്ടിയെ അടിച്ചു. ഞാൻ വലിയ ആളുടെ മകനാണ്, ഞാനല്ലേ ജയിക്കേണ്ടത്. ഉടനെ പരാതി ഖലീഫ ഉമറിൻ്റെ അടുത്തെത്തുകയാണ്. ഖലീഫ ഉമർ അംർ ഇബ്നുൽ ആസിനെയും മകനെയും വിളിപ്പിക്കുകയാണ്. മദീനയിലേക്ക് വിളിപ്പിച്ചു. ചാട്ടവാർ മുഹമ്മദിൻ്റെ കയ്യിൽ കൊടുത്തു. പ്രതിക്രിയ ചെയ്യാൻ പറഞ്ഞു. ആരെയാണ് അടിക്കേണ്ടത്? ഗവർണറുടെ മകനെ അടിക്കണമെന്ന് പറഞ്ഞ് ഈ കോപ്റ്റിക് വംശജനായ ഈ കുട്ടിയുടെ അടുത്ത് ചാട്ടവാർ കൊടുക്കുകയാണ്. ആ കുട്ടി കിട്ടിയ അവസരം മുതലെടുത്തു, നന്നായി അടിച്ചു. അതിനുശേഷം ഉമർ പറയുന്നത്, അവൻ്റെ പിതാവായ അംറിനെ കൂടി അടിക്കണം. ആരാണ്? ഗവർണറെ കൂടി അടിക്കണം എന്ന് ആ കുട്ടിയോട് പറയുകയാണ്. കുട്ടി പറഞ്ഞു, മതി, എൻ്റെ പ്രതിക്രിയ തീർന്നിരിക്കുന്നു, എനിക്ക് സമാധാനമായിരിക്കുന്നു, എനിക്ക് നീതി കിട്ടിയിരിക്കുന്നു എന്ന് ആ കുട്ടി പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അംറേ, നീ എന്നാണ് മനുഷ്യരെ അടിമകളാക്കാൻ തീരുമാനിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ്റെ അധ്യാപനം ശീലിച്ച അനുയായികളുടെ ഒരുപാട് നീതിയുടെ ചരിത്രങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും, കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറുകയും, നേരത്തെ ഇവിടെ എല്ലാ സംസാരങ്ങളിലും കേട്ടതുപോലെ പ്രവാചക അധ്യാപനങ്ങൾ ജീവിതത്തിൽ അനുധാവനം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയുവാനുള്ളത്. ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.